ഇന്നില്ലേ വലിയൊരു പരിചയമൊന്നും ഇല്ലാത്തൊരു വെജിറ്റബിൾ വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കുന്നത്. നമ്മൾ അത്രയും വെജിറ്റബിൾ കഴിക്കലൊന്നുമില്ല, ബട്ട് നല്ല ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിളാണ് ബ്രോക്കലി. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഫസ്റ്റ് ബ്രോക്കലി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഞാൻ അതിൻ്റെ തണ്ട് ഇതുപോലെ അതിൻ്റെ പുറത്തത്തെ ലെയർ കട്ടാക്കി എടുത്തിട്ട് ഇത് യൂസ് ആക്കുന്നു, വെറുതെ കളഞ്ഞിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ എടുക്കുന്നു. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതിൽ പുഴുക്കളെല്ലാം ഉണ്ടാകുന്നല്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ക്ലീൻ ആക്കി എടുക്കണം. ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനിങ്ങനെ ഒരു 5 മിനിറ്റ്സ് ഇതുപോലെ വെച്ചെങ്കിലായി. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അരപ്പയിലിട്ടിട്ടൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു അരപ്പയിലേക്കിനെ മാറ്റുന്നു. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കുന്നുണ്ടെങ്കിലും ഒരു ഡബ്ബയിലിട്ടിട്ട് ഇങ്ങനെ സ്റ്റോർ ആക്കിയെങ്കിൽ ഒരു 1 വീക്കോളം ഇത് കേടാവാതെ നിൽക്കും ഫ്രിഡ്ജിൽ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 5-6 അല്ലി വെള്ളുള്ളി എടുത്തിട്ട് ഞാൻ ചെറിയ പീസസ് ആക്കി ചോപ്പാക്കുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിന്, പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിക്കുന്നു. ലെറ്റ്യൂസ് ഓപ്ഷണൽ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടെങ്കിൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കുന്നത്. ബട്ടർ മെൽട്ടായിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളുള്ളി ചോപ്പാക്കിയത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് സോട്ടാക്കി കൊടുക്കുക. വെള്ളുള്ളിൻ്റെ പച്ചമണമെല്ലാം പോളം ഇതേപോലെ ഒന്ന് സോട്ടാക്കണം. എന്നിട്ട് വെള്ളുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ ബ്രോക്കലി ഇട്ട് കൊടുക്കുക. ബ്രോക്കലി ഇതേപോലെ ഒന്ന് സ്റ്റിർ ഫ്രൈ ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് ഇതേപോലെ സോട്ടാക്കിയതിന് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടെങ്കിലും മതി. നമ്മൾ ഫസ്റ്റ് ചൂടുവെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിന്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തെങ്കിൽ മതി. പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് വേറെ മസാല ഒന്നും ചേർക്കാനില്ല, ഉപ്പും കുരുമുളക് പൊടി മാത്രം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഞാനൊരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട എല്ലാം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 ഇടുന്നത്. അപ്പോൾ ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇതേപോലെ കലക്കി കൊടുക്കുക. ഇനി ഇതിനെ ബ്രോക്കലിൻ്റെ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നു. മല്ലിയിലയും നമ്മൾ ലെറ്റ്യൂസ് മുറിച്ചതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ ഇതെല്ലാം ഇട്ട് പിന്നെ കുറേ ഇതൊന്നും ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയെങ്കിലായി. ഇനി ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു 1/2 ലെമൺ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ബ്രോക്കലി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രോക്കലി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.